സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ശില്പയാണ്, നിങ്ങളുടെ സ്വന്തം. ഞാനിപ്പോൾ സ്ഥലം വരെ പോകാൻ ഇരിക്കുകയാണ് കേട്ടോ. കാരണം ഇന്ന് എനിക്ക് അവധിയാണ്. അപ്പോൾ ആലോചിച്ച് ഇവിടെ നല്ലൊരു സംഭവം നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂരിൽ ലാൽബാഗിൽ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഫ്രീ ആണെന്ന് കുറേ പൂക്കളെയൊക്കെ കണ്ടു. ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വണ്ടി താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പുറത്ത് കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവം എന്ന് എനിക്കൊരു പിടിയില്ല. നമുക്കെന്തായാലും പോയി നോക്കാം. ഓക്കെ, സോ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻസ് വഴി അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മളവിടെ എത്തി. ഇതാട്ടോ ഇതിൻ്റെ എൻട്രൻസ്. ഇതിന് മെയിനായിട്ട് 4 എൻട്രൻസ് ആണുള്ളത്. ഇത് സെക്കൻഡ് ഗേറ്റാണ് കേട്ടോ. പിന്നെ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടേഴ്സ്. നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട്. വീക്കെൻഡ്സിലും ഹോളിഡേയ്സിലും വേറെ വേറെ റേറ്റാണ്. 80 റുപ്പീസാണ് വീക്ക് ഡേയ്സിൽ, 100 റുപ്പീസാണ് വീക്കെൻഡ്സിൽ. ഓക്കെ, അതേപോലെ ടൈമിങ്സ് വരുന്നത് മോർണിംഗ് 9 o'clock to 6:30 വരെയാണ് ടൈമിങ് വരുന്നത്. ഓഗസ്റ്റിലാണ് മോസ്റ്റ്ലി ഇവരിത് കണ്ടക്ട് ചെയ്യാറ്. ഒരു 10 to 15 days മാക്സിമം നിൽക്കാറുണ്ട്. മോസ്റ്റ്ലി നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ടൈമിലൊക്കെ ആവുമ്പോൾ കേട്ടോ ഇവർ കണ്ടക്ട് ചെയ്യാറ്. Hello, Krishna. Hello. Oh, so sweet. Usha. So sweet. Thank you, Ante. Yeah. Bye. Thank you. Bye. ഫ്ലവേഴ്സൊക്കെ ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലാണ്. ശരിക്കും അത് ഗ്ലാസ് ഹൗസിൻ്റെ ചുറ്റുമുള്ള ഏരിയയിലാണ് ഇവർ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. അതിൻ്റെ ഇടയിൽ നല്ല മഴയൊക്കെ വന്നു. കുറച്ച് നേരം ഒന്ന് പെട്ടു, പിന്നെ കുറച്ച് നേരം മഴയൊക്കെ ഒന്ന് മാറി. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങിയതിൻ്റെ കുട്ടികളെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവർക്ക്. സോ ഇതാണ് ഗ്ലാസ് ഹൗസിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. ഇനി ഫുള്ള് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ഇട ദിവസം വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൗഡൊന്നും ഇല്ല. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഗ്ലാസ് ഹൗസിലേക്ക് നമുക്ക് കയറാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കെന്തോ ഭാഗ്യമുള്ളതുകൊണ്ട് തന്നെയാട്ടോ അതിൽ കയറാൻ പറ്റുന്നു. പിന്നെ ഈ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കാണേണ്ടത് തന്നെയാണ് ഡയറക്റ്റ്. ഈ പൂക്കളുടെയൊക്കെ ആ സ്മെല്ലും കാര്യങ്ങളും, അത്രയും ഫ്രഷ് ഫ്ലവേഴ്സാണ് അവിടെ ഇരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു പൂക്കളുടെ ലോകത്ത് പോയൊരു ഫീലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വന്ന് കാണുമ്പോൾ. പിന്നെ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ഒരു മൊമെൻറ്റ്. ഞാനൊരു സോളോ ആയിട്ടാണ് ഇവിടെ ഒറ്റയ്ക്കാണ് വന്നതെങ്കിൽ കൂടിയും എനിക്ക് ഒരുപാട് പേരായിട്ട് സംസാരിക്കാൻ പറ്റി. ഒരുപാട് പേര് എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചു. ഞാൻ വലിയ ആളൊന്നുമല്ല, പക്ഷെ ഞാൻ ഈ ക്യാമറയൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്തോ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ കുട്ടികളൊക്കെ എൻ്റെ അടുത്തൊന്ന് ഇരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അത് ഒരു ഫുൾ കളർഫുൾ ഡേ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ലേ, അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു എനിക്ക്.
ഞാനിപ്പോൾ ശരിക്കും ആ ഗ്ലാസ് ഹൗസ് ഫുള്ള് റൗണ്ട് ചെയ്ത് തിരിച്ച് റിട്ടേൺ ഇറങ്ങാൻ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഫുള്ള് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം. സോ നല്ലൊരു ടൈമായിരുന്നു. പിന്നെ ഓൾറെഡി ഞാനിപ്പോൾ ലാൽബാഗിൽ വന്നേക്കണതാണ്. മാക്സിമം ഞാൻ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ഈവനിങ് ആയി തുടങ്ങുന്നുണ്ട്. 6 o'clock ആയി ഞാൻ അവിടെ ചെന്ന് ഈ ഒരു ടൈമൊക്കെ എടുത്തപ്പോഴേക്കും. സോ കുറച്ചും കൂടെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം നല്ല സ്പേസാണ് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആകും എവിടെയാണ് എന്താണെന്നൊക്കെ തിരിച്ചു വരാനായിട്ട്. അതേപോലെ തന്നെ ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് സ്റ്റോൾസ് വന്നിട്ടുണ്ട്. ഫുഡ്, പോപ്കോൺസ്, ഐസ്ക്രീം, അതേപോലെ ഒരുപാട് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് റോസ് ഗാർഡൻ ആണ്. റോസ് ഗാർഡൻ അവിടെ എപ്പോഴും ഉള്ളതാണ്. പിന്നെ സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പൂക്കൾ എല്ലാത്തിലും ഉണ്ട്. ഇത് ടോപ്പിയറി ഗാർഡൻ ആണ്. ഇവിടെ മെയിനായിട്ട് ഇവർ നമ്മുടെ ചെടികളിൽ ഫുള്ള് ക്രിയേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. കണ്ടോ, ഒരുപാട് നല്ല നല്ല രീതിയിൽ അവരത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിലാക്സ് ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ജോഗിങ്ങിനൊക്കെ ആൾക്കാർ ഡെയിലി ഇവിടെ വരാറുണ്ട്. പിന്നെ ഞാൻ വന്ന മെയിൻ ഗേറ്റിലേക്ക് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് ഔട്ട്ലെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ട്. ഞാനും ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. പിന്നെ എൻ്റെ അടുത്തൊരു കോക്കനട്ട് ഇൻസ്റ്റൻറ്റ് വാട്ടർ നടത്തുന്ന ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് സംസാരിച്ചു. പക്ഷേ പുള്ളിക്കാരൻ്റെ വീഡിയോ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പുള്ളി ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. എനിവേ ബ്രോ, ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ബിസിനസ്. ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ വീഡിയോ ആക്ച്വലി ആൻഡ് ഐ എം റിയലി സോറി. ഹോപ്പ് വിൽ മീറ്റ് സൂൺ. ഓക്കെ, സോ അത് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു കേട്ടോ. My fan actually. Okay, I got from Lalbagh. So introduce yourself. My name is Casey. I'm studying in Standard 7. I study in St. Francis Xavier's Girls High School. Okay, so why you came behind me? I came because even I was vlogging to post in YouTube some videos. I saw you were vlogging, so I just came to know and know more about vlogging. She is so cute actually. I like it. Anyway, all the best, pa. Thank you. Let's see. This become a good vlogger. Okay. So family, this is brother, right? Say hi. Hi. Okay. Where is your mom? Ayo. Cool. Ta-da. Bye. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ഇറ്റ്. അപ്പം ടാറ്റാ.